ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോണത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ടൈപ്പിലുള്ളൊരു ഹൈനെക്ക് കുർത്തിയാണ്. അതും ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റിയ അടിപൊളിയാണ്. ജുവൽ നെക്ക് ഇഷ്ടമില്ലാത്തവർക്ക്, അതായത് ഇവിടെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളവർക്ക് ചിലർക്ക് ഇഷ്ടമില്ല എന്ന് പറയാറുണ്ട്. ജുവൽ നെക്ക് ഇഷ്ടമുള്ളവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. അപ്പൊ ജുവൽ നെക്ക് ഇഷ്ടമില്ലാതെ ഈ ടൈപ്പ് വെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. കുറേ കസ്റ്റമർ എനിക്കൊരു ചെയ്യാറുണ്ട്, മാം ജുവൽ നെക്ക് അല്ലാത്ത വേറെ ടൈപ്പ് അതേപോലത്തെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരാരെങ്കിലും ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ വേഗം വേഗം പർച്ചേസ് ചെയ്തുള്ളൂ, ലിമിറ്റഡ് സ്റ്റോക്കാണ്. അപ്പൊ നമ്മൾ അത് കാണുന്നതെല്ലാം മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും വാച്ച് ചെയ്യാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ ഇനി നമ്മൾ അങ്ങോട്ട് ഇടുന്ന കളക്ഷനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. നിങ്ങൾ എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്, എങ്കിലും ഇനിയും കൂടുതൽ മെസ്സേജ് ഒക്കെ അയക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം മറന്നു എല്ലാവരും. നമ്മുടെ ഗിവ് അവേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ 5K അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും മാക്സിമം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഷെയർ ചെയ്തതിന് ശേഷം അതിന് സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നുണ്ട്. ഇനി ആരെങ്കിലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വേഗം വേഗം പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. അപ്പൊ നമ്മൾ കളക്ഷൻസിലേക്ക് പോയാലോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിന്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ലൊരു ജോർജറ്റ് ആണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു മെറൂൺ ഷെയ്ഡാണ്. ഡാർക്ക് മെറൂണും അല്ല, ബ്ലഡ് റെഡിന്റെ കളറും അല്ല, നല്ല ഒരു മെറൂൺ ഷെയ്ഡാണ്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന സെയിം ഷെയ്ഡാണ്. പിന്നെ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത്, എനിക്ക് നമ്മൾ വീഡിയോയിൽ കാണുന്ന അതേ സെയിം ഷെയ്ഡ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നുണ്ടെന്ന് ഒരുപാട് കസ്റ്റമർ എനിക്ക് റിവ്യൂ തരുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അപ്പം 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. നോർമലി വന്നിട്ട് ഈ ടൈപ്പ് ഒക്കെ സ്ലീവ്സിൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കത്തില്ല. അപ്പം കസ്റ്റമറൊക്കെ എനിക്ക് പറയാറുണ്ട് സ്ലീവ്സിൽ ലൈനിങ് ഉള്ളത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിതാ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഏലയിലാണ് വരുന്നത്. കുർത്തിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 47 ആണ് വരുന്നത് കേട്ടോ. നമുക്ക് അതിന്റെ ക്ലോസ് വ്യൂ കണ്ടാലോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഹെവി ആയിട്ടാണ് ഈ ഇത് കണ്ടോ, ഈ നെക്ക് ഏരിയ കണ്ടോ, ഹെവി ആയിട്ടാണ് ഇങ്ങനെ വർക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റിയ അടിപൊളിയാണ്. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഈ നെക്ക് ഏരിയ ഹെവി ആയിട്ട് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേ വർക്ക് തന്നെ ഇത് കണ്ടോ, ഈ ഇതിന്റെ ഈ നെക്കിന്റെ ഈ ഏരിയയിൽ ഇങ്ങനെ ഫുള്ള് വന്നിട്ട് ആ ബാക്ക് ഏരിയ വരെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട്, നല്ല ഭംഗിയില്ലേ. ബാക്ക് പോർഷനിൽ വന്നിട്ട് നോർമലി വന്നിട്ട് ഒരു ബട്ടൺ ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇതുണ്ടോ, ഇത് വന്നിട്ട് 2 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ വിസിബിൾ ആവുമോ എന്നുള്ള ആ ഒരു ഇതും വേണ്ട, ടെൻഷൻ വേണ്ട. നല്ല ഒരു ജോർജറ്റ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഈ കുർത്തി വേറെപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ലുക്ക് ഇങ്ങനെയാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പം ഇതിന്റെ വേറൊരു ഷെയ്ഡും വന്നിട്ടുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. നെക്സ്റ്റ് വൺ വന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്കി പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്, ആ ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഈ വർക്കിൽ വന്നിട്ട് ബീഡ്സ് വർക്ക് മാത്രമല്ല കേട്ടോ, അതിൽ വന്നിട്ട് സ്വീക്വൻസ് വർക്കും കൂടെ വരുന്നുണ്ട്. അപ്പോൾ സ്വീക്വൻസ് വർക്കൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഹെവി ആയിട്ടൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയ അടിപൊളിയാണ്. അപ്പം നമ്മളിപ്പോൾ രണ്ടാമത് കൊണ്ട് ഈ കുർത്തി കൂടെ ഒന്ന് പെട്ടെന്ന് വേറിട്ട് വന്നാലോ. അപ്പം നമ്മളിപ്പോൾ കേട്ട കുർത്തി വേറെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ, നല്ല ബ്ലാക്ക് ആണ്, നരച്ച ബ്ലാക്ക് ഒന്നും അല്ല. അപ്പം ഞാൻ മുമ്പേ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലൈനിങ് എന്ന് പറയുന്നത് ഒരു ക്രേപ്പ് ലൈനിങ് ആണ് കേട്ടോ. ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ട് ക്രേപ്പ് ലൈനിങ് കൂടെ വരുമ്പോഴത്തേക്കും നല്ല അത്യാവശ്യം കട്ടിയുണ്ടെന്ന് വെച്ചാൽ ഓവർ കട്ടിയല്ല, അങ്ങനെ നമുക്ക് നിഴലൊന്നും അടിക്കുന്ന ആ ഒരു ഇതല്ല. കയ്യിലും ആ ലൈനിങ് വരുന്നുണ്ട്, ക്രേപ്പ് ലൈനിങ് ആണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കണ്ട 2 കുർത്തിൻ്റെ സൈസ് വന്നിട്ട് M to XXL ആണ് വരുന്നത്. പ്രൈസ് 799 ഉള്ളൂ, ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 8891479506. കസ്റ്റമർ കെയർ നമ്പർ 9645479506. നമുക്ക് ഇടയ്ക്ക് ഒരു കസ്റ്റമർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട്.
ഓഫർ സെയിലായിരുന്നവരാ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് പിക്ചർ എടുക്കാൻ അറിയില്ല അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷെയ്ഡെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങളതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും അടുത്ത് പറഞ്ഞിട്ട് ആ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചാൽ മതിയാവും. ഒരുപാട് കളക്ഷൻസ് ഉള്ളപ്പോൾ നമുക്ക് ഏതാണെന്നുള്ളത് നമുക്കും ഐഡൻറ്റിഫൈ ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ധർമ്മസങ്കടത്തിലാവാറുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ ഒന്നെങ്കിൽ വീഡിയോ വാച്ച് ചെയ്തിട്ട് ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് ആരുടെയെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. കാരണം അങ്ങനെ ആർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റാതെ ആവരുതെന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കും ഞാൻ ഒരുപാട് ഡെയിലി കളക്ഷൻസ് ഇടുന്നത് കൊണ്ട് ഏത് കളക്ഷൻസ് ആണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റാതായി. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. അപ്പോൾ അതൊന്ന് നിങ്ങൾ മാക്സിമം ഒന്ന് ആരുടെടുത്തെങ്കിലും ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു എലഗൻ കളക്ഷനുമായിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷ.